ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളി ഫ്രൈ അല്ലെങ്കിൽ തക്കാളി റോസ്റ്റ് എന്നും പറയാം, ആ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ കറികളൊന്നും വേണ്ട, അത്രക്കും ടേസ്റ്റിയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തക്കാളി ഫ്രൈ അല്ലെങ്കിൽ തക്കാളി റോസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ ഒരു റെസിപ്പിയിൽ കുറച്ച് ഓയിൽ കൂടുതൽ വേണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ, 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ എടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പിന്നീട് ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ഞാൻ 5 വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത് ചേർക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷേ ഇഞ്ചി അത്രയ്ക്കൊന്നും വേണ്ട, കുറച്ച് മാത്രം മതിയാവും. സവാള ഒന്ന് വാടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ സവാള കുറച്ച് കൂടുതലായിട്ട് തോന്നും, എന്നാൽ റോസ്റ്റ് തയ്യാറായി വരുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട, പിന്നീട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പ് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതുവരെ ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിലാണ് ഈ ഒരു സമയത്ത് വെക്കേണ്ടത്. എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം 1/4 ടീസ്പൂൺ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആവുമ്പോൾ നല്ല കളർ ഉണ്ടാവും, എരിവും അത്ര ഉണ്ടാവില്ല. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ മുളക് പൊടി ചേർത്താലും മതിയാവും. ഇതിലേക്ക് ഗരം മസാലയോ മല്ലിപ്പൊടിയോ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പൊടികൾ കൂടെ ചേർത്തിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണ്. ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 4 എണ്ണം എടുത്തോളൂ. സവാളയേക്കാളും കൂടുതൽ തക്കാളി വേണം. നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളതിൽ 2 തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ്, 1 തക്കാളി അത്ര പഴുപ്പൊന്നുമില്ല. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കാം. 5 മിനിറ്റൊക്കെ മതിയാവും. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെക്കൊന്നും വേണ്ട. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയിലെ വെള്ളം വറ്റിച്ചെടുക്കണം, ഡ്രൈ ആക്കിയെടുക്കണം. എന്നിട്ട് ഈ ഓയിലിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. പിന്നെ ടേസ്റ്റ് നോക്കിയപ്പോൾ തക്കാളിയുടെ ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതിലേക്ക് ചെറിയൊരു കഷ്ണം വെല്ലം, ഈ ഒരു സൈസിൽ വളരെ ചെറിയൊരു കഷ്ണം വെല്ലം ചേർക്കുന്നുണ്ട്. വെല്ലത്തിന് പകരം വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം, പക്ഷേ വെല്ലം ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ വെല്ലമൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല.
ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു കാര്യം ചേർക്കാം, കായം പൊടി ചേർക്കാം 1/4 ടീസ്പൂൺ. കായം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. പിന്നെ നേരത്തെ ഉലുവ ചേർത്തല്ലോ, അതിന് പകരം ഉലുവ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ കാണുന്നത് ഓയിലാണ്, വെളിച്ചെണ്ണയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാളി ഫ്രൈ അല്ലെങ്കിൽ തക്കാളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്